ആത്യന്തികമായി ഇതിൽ എന്താണ് കോൺഗ്രസിൻ്റെ ഒരു നിലപാട്? അതായത് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇയാൾ ചെയ്ത കുഴപ്പങ്ങളിൽ പരാതിയില്ലെങ്കിലും ആ തെളിവുകൾ കോൺഗ്രസിന് ബോധ്യമുള്ളതാണ് എന്നുള്ള സ്ഥിതി വന്നിരിക്കുന്നു. മുതിർന്ന IAS ഉദ്യോഗസ്ഥയുടെ അടക്കം പരാതി ഉണ്ടെന്ന് പറയുന്നു. അതടക്കം AICCക്ക് അടക്കം ഇതേക്കുറിച്ച് ബോധ്യമുള്ള കാര്യങ്ങളാണ്. AICCക്ക് മുന്നിൽ ഈ കാര്യങ്ങളുണ്ട്, VD സതീശന് മുന്നിൽ ഈ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് അവിടുത്തെ നേതാവ് ഇയാൾക്ക് അകമ്പടിയായിട്ട് അവിടേക്ക് പോയിരിക്കുന്നത്, അവിടെ നിയമസഭയിലേക്ക് പോയിരിക്കുന്നത്, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ്. ഇനി കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു കക്ഷി ആരാണ്? ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലെ പ്രതി. ഈ രണ്ടുപേരുടെ അകമ്പടിയോടെ അവിടേക്ക് പോകാൻ കഴിയുന്നത് കോൺഗ്രസ് കൂടി വിചാരിച്ചിട്ടാണ്. അത് കോൺഗ്രസ് വിചാരിച്ചിട്ടാണോ? ആണല്ലോ ഇയാൾക്ക് ഇങ്ങനെ ഒരു അകമ്പടി കിട്ടുന്നത്. ആ അകമ്പടി പ്രത്യക്ഷത്തിൽ സാന്നിധ്യമായി ഈ രണ്ടുപേരാണ് ഉള്ളതെങ്കിൽ അതിനപ്പുറത്ത് മാനസികമായി വളരെ അധികം പേരവിടെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവർക്കിതിന് ധൈര്യം കൊടുക്കുന്ന സംഗതി എന്താണ്? ഈ ജില്ലാ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് പോകണമെങ്കിൽ അതിന് മുകളിൽ ഇരിക്കുന്ന ആൾ കൊടുക്കുന്ന ധൈര്യത്തിൻ്റെ അടിസ്ഥാനത്തിലേ പോകൂ. അല്ലാതെ ഒരു സുഹൃത്തല്ലേ നിയമസഭ വരെ ഒന്ന് കൂടെ പോയിട്ട് വരാമെന്ന് മറ്റിൽ പോകുന്നതല്ല. അത് എവിടം വരെ ഉണ്ട് ആ പിന്തുണ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇക്കാര്യത്തിൽ KC വേണുഗോപാൽ അടക്കം കണ്ണടച്ചൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.